ഹായ് ഹലോ നമസ്കാരം. ഞാൻ അഖിൽ ഭാസ്കർ. അപ്പം ഞാനുള്ളത് കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഉത്സവത്തിൻ്റെ സമയമാണ്. ഞങ്ങൾ തലേദിവസം വൈകുന്നേരമേ എത്തി. ചിമ്മുവിനെയും വിളിച്ചുവിനെയും കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഒന്ന് ഫ്രഷായി ഞാൻ നേരെ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം പ്രോഗ്രാമൊക്കെ കണ്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തി കിടന്നുറങ്ങി. രാവിലെ ഞാനും ചുമ്മുവും കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ തൊഴുതതിന് ശേഷം അവിടുന്ന് പുറത്തിറങ്ങി അമ്പലത്തിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ചുമൂസിൻ്റെ കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കടകളൊക്കെ കണ്ട് കറങ്ങി നടക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് അനന്തുവിനെ കാണുന്നത്. അവനും കൂട്ടുകാരും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഞാനത് വഴി പോകുന്നത്. ഈ വരുന്നതാണ് ആള്. അവൻ ചുമൂനെയും കൊണ്ട് കുറേ നേരം അവൻ്റെ കൂട്ടുകാരോടൊപ്പം പോയിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ചധികം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കേരളത്തിൽ പ്രസിദ്ധമായ ഇരട്ട കൊടിമരമുള്ള വളരെ കുറച്ചു ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം. ഇരട്ട കൊടിമരങ്ങൾ മറ്റു പല ക്ഷേത്രങ്ങളിലും കാണപ്പെടുന്നുണ്ടെങ്കിലും മഹാദേവനും ഇണ്ടിളയപ്പനും അഭിമുഖമായി തുല്യ പ്രാധാന്യത്തിൽ ഇരുന്നരുളുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തി വരുന്ന പിള്ളവെപ്പ് വഴിപാട് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. നാദം കേൾക്കുവാൻ നടമണി തൊട്ടു നാഗമെന്നല്ലയോ ഞാനറിഞ്ഞു. പിന്നെയും കാലമാം നാഗം വിളിക്കുന്നു ശ്രീവടക്കും നാഥ നീ ശരണം. നാദം കേൾക്കുവാൻ നടമണി തൊട്ടു നാഗമെന്നല്ലയോ ഞാനറിഞ്ഞു. പിന്നെയും കാലമാം നാഗം വിളിക്കുന്നു ശ്രീവടക്കും നാഥ നീ ശരണം. നാദം കേൾക്കുവാൻ നടമണി തൊട്ടു നാഗമെന്നല്ലയോ ഞാനറിഞ്ഞു. പിന്നെയും കാലമാം നാഗം വിളിക്കുന്നു ശ്രീവടക്കും നാഥ നീ ശരണം. അമ്പലത്തിൽ നിന്നിറങ്ങി ചെറുതായിട്ടൊന്ന് കറങ്ങിയൊക്കെ കഴിഞ്ഞ് ഞാനും ചുമ്മും ചെറുകെ വീട്ടിലെത്തി. കുറേ സമയം കഴിഞ്ഞപ്പം അളിയൻ വന്നു. അളിയൻ്റെ കൂടെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയി. ചിമ്മുവിന് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി. കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാളയും പ്ലോട്ടുകളും ഒക്കെ കണ്ട് ആൽത്തറയിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന്. ഉത്സവത്തോടനുബന്ധിച്ച് ഒരുപാട് ഷോപ്പുകളുണ്ട്. കുട്ടികൾക്കുള്ള ടോയ്സ് വാങ്ങുന്നതിനാണെങ്കിലും ഫാൻസികൾ വാങ്ങുന്നതിനാണെങ്കിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ നമുക്ക് ഐസ്ക്രീം, നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണചർമ്മവും ഫണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നീലകണ്ഠ തവ നീലകണ്ഠവുമതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ ഡമഡമാരവ കടും തുടി ശൂലപാണി മഹാത്രിശൂലമധുമൃഗവുമേന്തി ഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലെത്തി പറയിടിയിൽ വഴിപാടൊക്കെ കണ്ട് കുറച്ച് സമയം നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടെയാണ് ക്ഷേത്രത്തിലെ വൈകിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലേക്കെത്തി. ഊണൊക്കെ കഴിഞ്ഞ്
3 മണി കഴിയുമ്പോഴത്തേക്ക് കെട്ടുകാഴ്ചയുടെ സമയമാവും. ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ ചിമ്മുനെയും കൂട്ടി കെട്ടുകാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കെട്ടുകാഴ്ചയും പ്ലോട്ടുകളൊക്കെ ഇങ്ങനെ റോഡിൽ കൂടി വന്നു തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം.